9ാം ക്ലാസ്സിലെ വിവര വിശകലനം കമ്പ്യൂട്ടറിൽ എന്ന അധ്യായത്തിലെ 4ാമത്തെ പ്രവർത്തനം ഈഫ് ഫംഗ്ഷൻ ഉപയോഗിച്ച് ദത്തങ്ങളുടെ വർഗീകരണം. പ്രവർത്തനം 6.3 പൂർത്തിയായപ്പോൾ ലഭിച്ച പട്ടിക നോക്കൂ. ഈ പട്ടികയിൽ ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിലെ കൂടിയ താപനില, കുറഞ്ഞ താപനില, ശരാശരി താപനില എന്നിവ തന്നിരിക്കുന്നു. ഈ സ്ഥലങ്ങളെ ഈഫ് ഉപയോഗിച്ച് വർഗീകരിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. പട്ടികയിലെ അവസാന കോളത്തിൽ ക്ലൈമാറ്റ് എന്ന തലക്കെട്ട് നൽകുക. ഫലം ലഭിക്കേണ്ട സെൽ സെലക്ട് ചെയ്ത് ഫംഗ്ഷൻ ടൂൾ ക്ലിക്ക് ചെയ്യുക. തുറന്നുവരുന്ന ജാലകത്തിൽ നിന്ന് ഈഫ് തിരഞ്ഞെടുത്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ടെസ്റ്റ് എന്ന ബോക്സിൽ വർഗീകരണത്തിനുള്ള നിബന്ധനയായ ശരാശരി താപനില 30 ഡിഗ്രിയിൽ താഴെ എന്ന് ചേർക്കണം. ഇവിടെ F2 ചെറുത് 30 എന്ന് ചേർക്കാം. ദെൻ വാല്യൂ ബോക്സിൽ നിബന്ധന ശരിയായാൽ എന്താണ് പ്രദർശിപ്പിക്കേണ്ടത് എന്നാണ് ചേർക്കേണ്ടത്. ഇവിടെ കൂൾ ക്ലൈമാറ്റ് എന്ന് ചേർക്കാം. അതർവൈസ് വാല്യൂ എന്ന ബോക്സിൽ നിബന്ധന ശരിയല്ലെങ്കിൽ എന്താണ് പ്രദർശിപ്പിക്കേണ്ടത് എന്ന് ചേർക്കണം. ഇവിടെ വാം ക്ലൈമാറ്റ് എന്നാണ് ചേർക്കുന്നത്. ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുക. സെല്ലിലെ ഫിൽ ഹാൻഡിൽ ഡ്രാഗ് ചെയ്ത് നോക്കൂ. ദത്തങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ വർഗീകരിക്കപ്പെട്ടിരിക്കുന്നത് കാണാം.